നമസ്കാരം. ഡോക്ടർ കെ ജെ കാവ്യാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആയുർവേദ നേത്ര ചികിത്സ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും ഓർമ്മയിൽ വരുന്ന ഒരു മെഡിസിനാണ് ഇളനീർ കുഴമ്പ്. പ്രായഭേദമന്യേ നമുക്ക് ഉപയോഗിക്കാവുന്ന മെഡിസിനാണിത്. അതുമാത്രമല്ല, പണ്ട് മുതൽക്കേ എല്ലാവരും അവരുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു മെഡിസിൻ കൂടിയാണ് ഇളനീർ കുഴമ്പ്. സഹസ്രയോഗത്തിൽ ഊർധ്വാംഗ ചികിത്സയിലാണ് ഇളനീർ കുഴമ്പിനെ കുറിച്ച് ആചാര്യൻ പറയുന്നത്. കണ്ണിന്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തി പരിപാലനത്തിനുമാണ് ഇളനീർ കുഴമ്പ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. ഇതുകൂടാതെ പിത്തദോഷ സംബന്ധിയായ നേത്രരോഗങ്ങൾ, അതായത് ആയുർവേദത്തിൽ വാത പിത്ത കഫ എന്നീ 3 ദോഷങ്ങൾ പിത്തം ദൂഷിക്കുമ്പോൾ ഉണ്ടാകുന്ന നേത്രരോഗങ്ങൾ, കോർണിയൽ അൾസർ, ടെറിജിയം അതായത് കണ്ണിലെ ദശ വളരുന്ന ഒരു തരം അവസ്ഥ, പിന്നെ തിമിരത്തിന്റെ പ്രാരംഭഘട്ടം, ഇവയ്ക്കെല്ലാം ഇളനീർ കുഴമ്പ് വളരെയധികം ഉപകാരപ്രദമാണ്. ഇതുകൂടാതെ നമ്മുടെ കണ്ണിന്റെ ഡ്രൈനസ് മാറ്റി കണ്ണിനെ ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രവൃത്തിയും ഇളനീർ കുഴമ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ കണ്ണീർ ഗ്രന്ഥികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിനും ഇളനീർ കുഴമ്പ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതുമാത്രമല്ല, നമ്മുടെ കണ്ണിലെ എന്തെങ്കിലും ഇറിറ്റേഷൻ വരികയാണെങ്കിൽ, കണ്ണിൽ അണുബാധ പോലുള്ള ഇൻഫെക്ഷൻസ് വരികയാണെങ്കിലും ഇളനീർ കുഴമ്പ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇവയ്ക്കെല്ലാം പുറമെ പുക, ചൂട്, അതുപോലെ തന്നെ സൂര്യപ്രകാശം ഇവയെല്ലാം ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം ഐ ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ഈ അവസ്ഥകളിലും നമ്മൾ ഇളനീർ കുഴമ്പ് പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. നമ്മുടെ ഈ ഒരു യുഗം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിജിറ്റൽ യുഗമാണ്. കുട്ടികളായാലും മുതിർന്നവരായാലും എപ്പോഴും ഫോണിലോ കമ്പ്യൂട്ടേഴ്സിലോ എല്ലാം അവർക്ക് എപ്പോഴും ഒരു സ്ക്രീൻ സ്പേസ് കൂടുതലാണ്. അപ്പോൾ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇപ്പം മിക്കവരിലും നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ കണ്ണിന്റെ സ്ട്രെയിൻ മാറ്റാൻ ഇളനീർ കുഴമ്പ് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇളനീർ കുഴമ്പിന് നാരികേല അഞ്ജനം എന്നുകൂടി ഒരു പേരുണ്ട്. മരമഞ്ഞൾ, ഇരട്ടി മധുരം, ത്രിഫല ഇവയ്ക്കെല്ലാം സമം ഇളനീർ എടുത്താണ് ഇളനീർ കുഴമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവയെല്ലാം ചേർത്ത് ഒരു കഷായം ഉണ്ടാക്കി പകുതിയായി വറ്റിച്ച് അരിച്ച് തണുത്തതിന് ശേഷം തേൻ കൂടാതെ ഇന്ദുപ്പ് പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിധം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇളനീർ കുഴമ്പിന്റെ ഉപയോഗ രീതിയെ കുറിച്ച് മനസ്സിലാക്കാം. ഇളനീർ കുഴമ്പ് ഡ്രോപ്സ് ഫോമിലും പേസ്റ്റ് ഫോമിലും മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. ഇളനീർ കുഴമ്പ് ഡ്രോപ്സ് ആയി ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണയായി ഡ്രോപ്സ് ഉപയോഗിക്കുന്നത് പോലെ കൺപോളകൾക്കിടയിൽ നമ്മൾ ചെറുതായിട്ട് ഈ ഡ്രോപ്സ് ഇറ്റിക്കുക. അതിനുശേഷം കണ്ണുകൾ അടച്ച് മെല്ലെ നമ്മുടെ കൃഷ്ണമണി ഒന്ന് ചലിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യും വഴി നമ്മുടെ മെഡിസിൻ കണ്ണിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ആകും. കുറച്ചു നേരത്തിന് ശേഷം നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നതായി നമുക്ക് തോന്നും. ചെറിയൊരു നീറ്റലൊക്കെ അനുഭവപ്പെടാം. അത് സാരമില്ല. കണ്ണുനീർ വന്ന് കണ്ണൊക്കെ നന്നായിട്ട് ശുദ്ധമായതിനു ശേഷം, ആ എരിച്ചിലൊക്കെ മാറിയതിനു ശേഷം നമ്മൾ കണ്ണുകൾ പതിയെ തുറക്കുക. അപ്പോൾ നമ്മുടെ കണ്ണിൽ നമ്മൾ ആദ്യം അനുഭവിച്ച നീറ്റലെല്ലാം മാറി നല്ലൊരു കുളിർമയായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഈ ഒരു നീറ്റൽ കാരണം കുട്ടികളും പ്രായമായവരും ഇളനീർ കുഴമ്പ് ഉപയോഗിക്കാൻ ചെറിയൊരു മടി കാണിക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് നമ്മൾ പേസ്റ്റ് ഫോമിലുള്ള ഇളനീർ കുഴമ്പ് ഉപയോഗിക്കാൻ കൊടുക്കാറുണ്ട്. അവരുപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പേസ്റ്റ് നമ്മൾ സാധാരണ അഞ്ജനം അഥവാ നമ്മൾ കൺമഷി എഴുതുമ്പോൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ വിരലിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു 1 or 2 ഡ്രോപ്സ് കുഴമ്പെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുക. നമ്മൾ അഞ്ജനം എഴുതുന്ന എങ്ങനെയാണോ, കൺമഷി എഴുതുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ കണ്ണിൻ്റെ പോളയിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ആദ്യം ഡ്രോപ്സ് ഉപയോഗിച്ചപ്പോഴുള്ള ആ ഒരു നീറ്റ് നമ്മൾ ഈ അഞ്ജനം എഴുതുമ്പോൾ സാധാരണയായി കണ്ടുവരാറില്ല. പലർക്കുമുള്ള ഒരു സംശയമാണ് ഇളനീർ കുഴമ്പിന്റെ ഡോസേജ് എത്രയാണ് എന്നുള്ളത്. സാധാരണയായി നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 1 to 2 ഡ്രോപ്സ് വരെ നമുക്ക് നോർമലായി ഉപയോഗിക്കാം. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർണിയൽ അൾസർ, ടെറിജിയം, ആ ദശ വളരുന്ന ആ ഒരു അവസ്ഥ, പിന്നെ തിമിരത്തിന്റെ ഒരു പ്രാരംഭഘട്ടം, ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസ് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 1 to 2 ഡ്രോപ്സ് എന്ന് ഞാൻ പറഞ്ഞ ഡോസ് 2 കണ്ണിലും ഒരുപോലെ നമ്മൾ ഉപയോഗിക്കുക. ഒരു കണ്ണിൽ മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഐ ഡ്രോപ്സ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇനി ഇളനീർ കുഴമ്പ് ഉപയോഗിക്കുന്ന സമയം, പൊതുവെ നമ്മൾ രാവിലെയാണ് ഇളനീർ കുഴമ്പ് ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമായി കണക്കാക്കുന്നത്. നമുക്കൊരു 3 മാസം വരെയൊക്കെ ഇളനീർ കുഴമ്പ് കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ചെന്ന് കരുതി പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരാറില്ല.
ഹൈ ഡോസിൽ നമ്മൾ ഇളനീർ കുഴമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ണിൽ ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യും. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ കണ്ണ് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ ഒരു നോർമൽ വാട്ടർ ഉപയോഗിച്ച് കുറച്ചു നേരം നല്ല രീതിയിൽ തന്നെ കണ്ണ് കഴുകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇനി നമ്മൾ ഇളനീർ കുഴമ്പ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മെഡിസിൻ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഫാനിൻ്റെ അടിയിലിരിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇളനീർ കുഴമ്പ് ഉപയോഗിക്കുന്ന സമയം നമ്മൾ കണ്ണ് തിരുമുന്ന ആ ഒരു ശീലം ചിലർക്ക് ഉണ്ടാകുമായിരിക്കും. കഴിവതും ഇളനീർ കുഴമ്പ് ഉപയോഗിക്കുന്ന ആ ഒരു സമയം കണ്ണ് തിരുമുന്നത് നമ്മൾ ഒഴിവാക്കുക. കാരണം ഈ കണ്ണ് തിരുമുന്നത് വഴി ചിലരിൽ അത് ഓവറായിട്ട് റിയാക്ഷൻ സംഭവിച്ച് കണ്ണിൽ ചൊറിച്ചിലോ അതുപോലെ കണ്ണൊക്കെ ചുവന്ന് ഭയങ്കര റിയാക്ഷൻസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കണ്ണ് തിരുമുന്നത് ഒഴിവാക്കാൻ നമ്മൾ പറയാറുള്ളത്. ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇളനീർ കുഴമ്പ് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. കണ്ണിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു മെഡിസിനാണ് ഇളനീർ കുഴമ്പ് എന്നതും ഓർക്കുക. നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.